ഇതോ മരണസംഖ്യ ഇപ്പോൾ 49 എന്നത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ്. അപ്പോഴും നമ്മൾ സൂചിപ്പിച്ചതുപോലെ അത് ഉയരുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ സംഭവിക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ പോലും, കാരണം 50 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 35 പേർക്ക് സാരമായ പരിക്കുണ്ട്. 5 പേരുടെ നില അതീവ ഗുരുതരം എന്നുള്ളതാണ്. വെന്റിലേറ്ററിൻ്റെ അടക്കം സഹായത്തോടെയാണ് ഈ 5 പേർ ഇപ്പോൾ ചികിത്സയിൽ ഉള്ളത്. അവർക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകും എന്ന് തന്നെയാണ് കുവൈറ്റ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കുവൈറ്റിലെ 5 ആശുപത്രികളിലായാണ് 50 പേർ ചികിത്സയിലുള്ളത്. അത് അദാൻ, ജുബൈർ, ഫർവാനിയ, സബ, ജാസിർ എന്നിങ്ങനെ 5 ആശുപത്രികളിൽ ആണ് ഈ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ പരിക്കേറ്റവരിലും മലയാളികൾ ഉണ്ട് എന്നതാണ്. ഏതാണ്ട് 30-ലധികം പേർ മലയാളികളാണ് എന്നതാണ് വീണ്ടും ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ ഗുരുതരമായി പരിക്കേറ്റവർ മലയാളികളുണ്ടോ എന്നതും വ്യക്തമല്ല. കുവൈറ്റ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിട്ടുള്ള മറ്റൊരു നടപടി എന്നത് ഈ ലേബർ ക്യാമ്പുകളിലെല്ലാം വ്യാപകമായ പരിശോധന ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെ താമസിക്കുന്ന ലേബർ ക്യാമ്പുകളിൽ ആണ് ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാപകമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നിയമലംഘനങ്ങൾ ലേബർ ക്യാമ്പുകളിൽ നടക്കുന്നുണ്ടോ, അനധികൃതമായ ആളുകളെ ലേബർ ക്യാമ്പുകളിൽ താമസിപ്പിക്കുന്നുണ്ടോ, ലേബർ ക്യാമ്പിന് ഉൾക്കൊള്ളാവുന്ന കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ആളുകളെ താമസിപ്പിച്ചിട്ടുണ്ടോ എന്നിവയാണ് വളരെ പെട്ടെന്ന് പരിശോധിക്കുന്നത്. ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് ഇത്തരത്തിൽ ഒരു വ്യാപക പരിശോധന അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം ഈ അപകടത്തിൻ്റെ കാരണം എന്ത് എന്നത് സംബന്ധിച്ച് ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോഴും പോയിട്ടില്ല. ലഭിക്കുന്ന വിവരങ്ങൾ, പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ചാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണം എന്നത്. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ക്യാബിനിൽ നിന്നാണ് ഇത്തരം സ്ഫോടനമുണ്ടായത് എന്ന തരത്തിലുമുള്ള പ്രാഥമികമായ വിവരങ്ങൾ തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോഴും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇനി അന്വേഷണ ഏജൻസികൾ കൃത്യമായി കണ്ടെത്തുമ്പോൾ മാത്രമാണ് നമുക്ക് സ്ഥിരീകരിക്കുന്ന വാർത്ത പുറത്ത് വിടാൻ സാധിക്കുകയുള്ളൂ. എൽദോ ഇതിലേറ്റവും ആശങ്കയുണ്ടാക്കുന്നത് മലയാളികളുടെ എണ്ണം സംബന്ധിച്ച് തന്നെയാണ്. ഈ ക്യാമ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മലയാളികൾ ആയിരുന്നു എന്നാണ്. ഒരു നിമിഷം ശരണ്യയിലേക്ക് ഒന്ന് പോവുകയാണ്. ശരണ്യ, അവിടെ പന്തളത്ത് സജു വർഗീസ് എന്ന അപകടത്തിൽ മരണം സംഭവിച്ച സജു വർഗീസിൻ്റെ വീടിന് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശരണ്യ, ഒരു കൃത്യമായിട്ട് സ്ഥിരീകരണം അവിടെയുള്ള ആളുകൾക്ക്, ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? എൽദോ, അതീവ ദുഃഖകരമായൊരു സാഹചര്യമാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ സംഭവത്തിൽ, അതായത് കുവൈറ്റിൽ നടന്ന തീപിടുത്തത്തിൽ 4 പത്തനംതിട്ട സ്വദേശികളായ ആളുകളാണ് മരിച്ചിട്ടുള്ളത്. അവരുടെ വിശദാംശങ്ങൾ കുടുംബാംഗങ്ങൾ പലരും, അടുത്ത ബന്ധുക്കളെയൊന്നും, ഭാര്യ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളെയൊന്നും പലരെയും അറിയിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് അട്ടിച്ചാക്കൽ സ്വദേശിയായ സജു വർഗീസിന്റെ വീടിന്റെ മുന്നിലാണ്. അദ്ദേഹത്തിന്റെ വീട്ടുകാർ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആരും പുറത്തേക്ക് മറ്റ് പ്രതികരണങ്ങൾക്കും കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. അയൽവാസികളായ ആളുകളൊക്കെ ഇവിടേക്ക് ഇപ്പോൾ രാവിലെ വരുന്നുണ്ട്. നമ്മളോടൊപ്പം തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാൾ ഉണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ? കുടുംബം ഒരു പ്രശ്നമില്ല. അവിടെ കുടുംബം നല്ല രീതിയിട്ടാണ് പോയി. 2 കുഞ്ഞുങ്ങളെ വളർത്തി. എത്ര കാലമായിട്ടുണ്ട് വിദേശത്ത്? 22 വർഷത്തോളമായി. 22 വർഷമായിട്ട് അവിടെയാണ്. ഇങ്ങോട്ട് വരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത ഇളയ മോളെ അഡ്മിഷന് വേണ്ടി ഈ 23-ാം തീയതി കണ്ട് തെറ്റി ഇവിടെ വരുമെന്ന് പറഞ്ഞു. നാട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു. ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത. പിന്നെ പുള്ളിക്കാരുടെ ചേട്ടൻ്റെ ആങ്ങളുടെ ഒരാളിവിടെ ബിൽഡിങ്ങിന് മേളിൽ നിന്ന് വീണ് അതിന് തലക്കെല്ലാം പരുക്കെ കൈ ഒടിഞ്ഞ് നെഞ്ചിനകത്ത് അവിടെ ഐസിയില്ല. സജു വർഗീസിന്റെ ഒരു ബന്ധുവും ഗുരുതരാവസ്ഥയിലുണ്ടല്ലേ അവിടെ? ബന്ധമുണ്ട്. ഇവിടെ എത്ര മണിയോടെയാണ് ഇതിവിടെ അറിഞ്ഞത് കാര്യം? ഇവിടെ രാവിലെ വൈകിട്ട് 7 മണിയോടെ വാർത്തയിലാണ് ഞങ്ങൾ അറിയുന്നത്. അന്നേരം ഞാൻ ഇച്ചിരി അങ്ങോട്ട് മാറിയാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ കൂടി ഇവിടെ വന്നപ്പോഴത്തേനും എല്ലാവരും വാങ്ങിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് വന്നു വല്ലാതെ. മക്കളൊക്കെ എത്ര വയസ്സുള്ള മക്കൾക്ക്? ഒന്ന് 14 വയസ്സും, ഒന്നിന് 12 വയസ്സായതുകൊണ്ട്. ഞാനത് സൂക്ഷിച്ചിട്ട് നമുക്ക് എത്ര പെൺകുട്ടികളാണോ? 2 പെൺപിള്ളേരാ. ഒന്ന് ഡിഗ്രി കഴിഞ്ഞു, ഒന്നിന്റെ അഡ്മിഷന് വേണ്ടി വരാനിരുന്നതാണ്. നിർത്തി നാട്ടിലേക്ക് പോരാനിരുന്നതാണോ? നിർത്തിയല്ല, ലീവ് എടുത്തിട്ട് വന്നതാണ്. ലീവിൽ വരാനിരിക്കുവായിരുന്നു അല്ലേ? ഈ അടുത്ത ദിവസം ബുക്ക് ചെയ്ത് സംഭവം ഉണ്ടായത്. കണ്ടിരുന്നോ? വീട്ടുകാരെയൊക്കെ കണ്ടിരുന്നു? ഞാൻ കണ്ടു. ഇന്നലെ വൈകിട്ട് വന്നു. ഇപ്പോൾ ഉറക്കം. ഞാൻ രാവിലെ വന്ന് വിളിച്ചത്.
എന്തുകൊണ്ടെങ്കിലും എന്നേ പറയത്തുള്ളൂ. കാരണം വേറെ ആരും ഇവിടെ കയറ്റത്തില്ല. 2 പെൺപിള്ളേരും അവരും എല്ലാവരും. ഞാൻ ഇത്രയും വർഷം കൊണ്ട് എന്നെ ഇവിടെ കൊണ്ട് കിടക്കുന്നു. ഞാൻ അതേമാതിരി കിടന്നത്. കഴിഞ്ഞ വർഷം ഇവർ ഗൾഫിന് പോയപ്പോൾ വീടിൻ്റെ ആ കൊല്ലം ബന്ധുക്കളൊക്കെ ഉണ്ടോ? ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി? എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നലെ ആ വൈകിട്ട് ഒത്തിരി ആളുണ്ടായിരുന്നു. പിന്നെ അവിടെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആളും ഇദ്ദേഹത്തിന്റെ ബന്ധുവാണ്. ബന്ധുവാണ്. അതാണ് പറയുന്നത്. അതായത് 22 വർഷക്കാലമായി അദ്ദേഹം വിദേശത്തായിരുന്നു. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം മകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വരാനിരിക്കെ ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുകയും ദാരുണമായ ഒരു മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളതെന്നാണ്. തൊട്ടടുത്ത് തന്നെയുള്ള, അതായത് അദ്ദേഹത്തിന്റെ മറ്റൊരു ബന്ധുവായ ആൾ അവിടെ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. തൊട്ടടുത്ത ദിവസം വരാനിരിക്കുമായിരുന്നു അല്ലേ? അതെ, ഈ മാസം ലാസ്റ്റോടുകൂടി ഇളയ മകളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. വൈഫിന്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവുണ്ട്. ഒരേ റൂമിലായിരുന്നു. 4ാമത്തെ നിലയിൽ നിന്ന് പുള്ളി താഴേക്ക് ചാടി. കൈ ഒടിഞ്ഞിട്ടുണ്ട്, കാല് ഒടിഞ്ഞിട്ടുണ്ട്, നെഞ്ചിന് പരിക്കുണ്ട്, മുഖമൊക്കെ ഇതായിട്ടുണ്ട്. ആരെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ? കസിൻസ് വേറെ അവിടെ ഉണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി പുള്ളി ഐസിയുയിൽ നിന്ന് ഇന്നലെ രാത്രി ഇങ്ങോട്ട് വിളിച്ചിരുന്നു. പുള്ളിയെ അങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് ഫോണൊന്നും രണ്ടുപേരും എടുക്കുന്നില്ല. സജു വർഗീസിന്റെ ഫോണിൽ വിളിക്കുമ്പോൾ റിംഗ് ആവുന്നുണ്ട്, എടുക്കുന്നില്ല. ജ്യേഷ്ഠന്റെ ഫോണിൽ വിളിക്കുമ്പോൾ റിംഗ് ആവുന്നുണ്ട്, എടുക്കുന്നില്ല. ലാസ്റ്റ് പുള്ളി ഇങ്ങോട്ട് തിരികെ വിളിക്കുമായിരുന്നു. മറ്റ് നടപടിക്രമങ്ങളൊക്കെ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? അവിടെ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഭാര്യയ്ക്ക് ജോലിയോ മറ്റോ? ജോലിയില്ല. ഹൗസ് വൈഫ്. 2 പെൺകുട്ടികൾ. പെൺമക്കൾ. അതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ, അതായത് ഈ സജു വർഗീസിന്റെ ഭാര്യയുടെ സഹോദരൻ, അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു. ഇവരെ ഒരുമിച്ച് ഒരു കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവിടെ ഈ സംഭവം നടന്ന സമയത്ത് അദ്ദേഹം 4ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി കൈക്ക് ഒടിവും തലയ്ക്ക് പരിക്കും ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എൽദോ 4 പേരാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഇത്തരത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിട്ടുള്ളതെന്നാണ്. തിരുവല്ല സ്വദേശിയുടെ മരണവിവരവും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും എന്നുള്ളതാണ്. മറ്റൊന്ന് പന്തളം മുടിയോർക്കണം സ്വദേശി ആകാശ് എസ് നായരാണ്. ആകാശിന് 31 വയസ്സായിരുന്നു. തൊട്ടടുത്ത ദിവസം ആകാശും, അതായത് ഓണത്തിന് ആകാശും നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. 1.5 വർഷം മുമ്പാണ് ആകാശ് ഇവിടെ വന്നിട്ട് തിരികെ പോയിട്ടുള്ളത്. അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. അമ്മ ശോഭന മെഡിക്കൽ സ്റ്റോറിൽ ജീവനക്കാരിയാണ്. ഒരു സഹോദരിയുണ്ട്. സഹോദരി വിവാഹിതയായി അവിടെയാണ്. വിവാഹിതയായി ഭർത്താവിന്റെ വീട്ടിലാണുള്ളത്. അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അച്ഛൻ നേരത്തെ തന്നെ മരിച്ചുപോയതാണെന്നുള്ളതാണ്. 31 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരികെ എത്തി ഈ ഓണത്തിനെത്തുമ്പോൾ വിവാഹമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനിരിക്കെയാണ് ആകാശിനും ഈ ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്, ഒപ്പം തന്നെ മുരളീധരൻ നായർ, പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ നായർ. അദ്ദേഹത്തിന് 61 വയസ്സാണ്. വാഴമുട്ടം പുളിങ്ങുന്നേതിൽ വടക്കേതിൽ PV മുരളീധരൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ മേൽവിലാസം. അദ്ദേഹത്തിന്റെയും മരണം സ്ഥിരീകരിച്ചു. എന്തായാലും 3 പേരുടെ മരണമാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ രാവിലെ തിരുവല്ല സ്വദേശി കൂടി മരണപ്പെട്ടതായുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്.